ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്തയിലേക്കാണ്. റാപ്പർ വേടനെ പുറത്തിറക്കണം എന്നാവശ്യപ്പെട്ട് എറണാകുളം തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ മദ്യപ സംഘത്തിന്റെ പരാക്രമം. മദ്യപ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, എന്താണ് വിവരങ്ങൾ? നിതിൻ, റിജിത്ത്, രാവിലെ വേടൻ ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഘട്ടത്തിൽ തന്നെ ഇയാൾ ഈ മദ്യപാന സംഘത്തിലെ ഒരാൾ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം വേടനെ വേഗത്തിൽ പുറത്തിറക്കണമെന്നൊരാവശ്യം നേരത്തെ തന്നെ ഈ മദ്യപാന സംഘത്തിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. അതിനുശേഷം പല പ്രാവശ്യം ഇവിടെ വെച്ച് ബഹളം വെക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഈ പോലീസിന് മുന്നിൽ കുത്തിയിരിക്കുകയും പിന്നീട് രണ്ടുപേരടങ്ങുന്ന സംഘം ഇവിടെ വെച്ച് ബഹളം വെക്കുകയും അതോടൊപ്പം തന്നെ അസഭ്യവർഷം കൊണ്ട് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം വിളിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് പോലീസ് പലതവണ ഇയാളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ പിന്നീടും സ്റ്റേഷന് മുന്നിൽ വെച്ച് ഇയാൾ ഇത്തരത്തിൽ ബഹളം വെച്ചതിനെ തുടർന്നാണ് പോലീസ് ഒടുവിൽ കസ്റ്റഡിയിലെടുത്തത്. ഫൈസൽ ശരത് എന്ന രണ്ടുപേരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും വലിയ പരാക്രമമാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് ഇവരെ എടുത്ത ശേഷം നടത്തുന്നത്. ലോക്കപ്പിൽ വെച്ച ഈ രണ്ടുപേരും അവിടെ വെച്ച് പരാക്രമം നടത്തുകയാണ്. വലിയ ബഹളത്തോട് തന്നെ വേടനെ പുറത്തുവിടണമെന്നാണ് അവർ ആവശ്യം ഉന്നയിക്കുന്നത്. കാരണം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു, പിന്നെ എന്തിനാണ് വേടനെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന ഒരു ബഹളം വെച്ചതിനെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനും തന്നെ പോലീസ് ഇവരെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെ നേരം ഈ ബഹളം തുടർന്നു. അതിനുശേഷമാണ് പിന്നീട് സഹിയിട്ട് പോലീസ് ഈ രണ്ടുപേരെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ രണ്ടുപേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഫൈസൽ ശരത് എന്ന രണ്ടുപേരാണ് ഇവിടെ വെച്ച് പലതവണകളായി ഇത്തരത്തിൽ ബഹളം വെക്കുകയും പിന്നീട് അസഭ്യവർഷം കൊണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ രണ്ടുപേരും ഉള്ളത്. നിതിൻ, എന്താണ് ഇവരുടെ ഒരു പശ്ചാത്തലം സംബന്ധിച്ചൊക്കെ എന്താണ് പോലീസ് പറയുന്നത്? ഇതിങ്ങനെ മദ്യലഹരിയിൽ സ്റ്റേഷന് മുന്നിൽ വന്നൊരു സാഹസം കാണിച്ചു എന്നുള്ള നിലയിലാണെന്ന് തോന്നുന്നു. വേടനുമായൊന്നും ബന്ധമുള്ള ആളുകളല്ല എന്ന് തോന്നുന്നു, അല്ലേ നിതിൻ? അത്തരത്തിൽ വേടനുമായൊരു ബന്ധമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേടന്റെ ഒരു ആരാധകനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ ഇയാൾ ഇവിടെ എത്തുന്നതും അതിനുശേഷം വേടനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേഷന് മുന്നിൽ പല സമയങ്ങളിലായി ഇവിടെ ചെലവഴിച്ചത്. പിന്നീട് ഇടയ്ക്കൊന്ന് ഉച്ചയ്ക്ക് പുറത്തുപോയി പിന്നീട് വീണ്ടും രണ്ടുപേരടങ്ങുന്ന സംഘം ഇവിടെ എത്തിയ ശേഷം ബഹളം വെക്കുകയാണ് ചെയ്തത്. കുറേ നേരമായി വേടന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹളം വെക്കുകയായിരുന്നു. എന്തായാലും ഈ രണ്ടുപേരും മദ്യപിച്ചു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം ആ നിലയിലുള്ള ബഹളം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. എന്തായാലും വേടനുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ വേടനെ വേഗത്തിൽ പുറത്തു വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ സംഘം ഇവിടെ വെച്ച് ബഹളം ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ രണ്ടുപേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അല്പസമയത്തിനകം തന്നെ അതിലൊരു തീരുമാനമെടുക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ആ നിലയിലൊരു അസഭ്യമാണ് ഇവിടെ വെച്ച് ഈ രണ്ടുപേരും ഇവിടെ നടത്തിയത്. പിന്നീട് സഹിയായിട്ടാണ് പോലീസ് ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് ഈ രണ്ടുപേരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് എടുത്തിരിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. റാപ്പർ വേടനെ പുറത്തിറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എറണാകുളം തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ മദ്യപ സംഘത്തിന്റെ പരാക്രമം ഉണ്ടായത്. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.